സുന്ദരക്കുട്ടന്മാരെ കഴിഞ്ഞ ദിവസം എന്തേ പറഞ്ഞു? നമ്മളുടെ ഭാഗവത ആചാര്യനെയും കൂട്ടിയിട്ട് ആ കള്ളൻ തട്ടുംപുറത്ത് നിന്ന് ഭാഗവത കഥ ശ്രവിച്ച ആ കള്ളൻ ആഭരണം ഇന്ന സ്ഥലത്ത് നിന്നാ കിട്ടിയത് എന്ന് പറയാൻ വേണ്ടി കാണിച്ചു. എങ്ങോട്ട് കൊണ്ടുപോയി? ആ വൃന്ദാവനത്തിന്റെ തീരത്തേക്ക്, പൊയ്കയുടെ തീരത്തെത്തിയപ്പം പറഞ്ഞു, അതാ അവിടെ ആ 2 പേര് നിക്കണു, നോക്കൂ, അവരാണ് എനിക്ക് സ്വർണ്ണാഭരണം തന്ന്. നമ്മളുടെ ഭാഗവത ആചാര്യൻ നോക്കുമ്പോ അവിടെ ആരെയും കാണുന്നില്ല. ഇങ്ങനെ പറയണ്ട, അതാ അവിടെ നിക്കുന്നു, നോക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളുടെ ആചാര്യന് ഒന്നും തന്നെ കാണുന്നില്ല. ആൾക്കാകെ വിഷമായി. ഞാൻ ഇതുപോലെ എന്നും ഭാഗവതം എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി ഭാഗവത സപ്താഹങ്ങൾ നടത്തുന്നു, കഥകൾ പറയുന്നു, എല്ലാം ചെയ്യുന്നു, എന്നിട്ടും എനിക്ക് എന്താ ദർശനം തരാത്തത് എന്ന് വിചാരിച്ച് കരഞ്ഞോണ്ട്, എൻ്റെ കണ്ണാ ഇതെന്താ അങ്ങനെ, എനിക്ക് ദർശനം തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോ ഉണ്ണിക്കണ്ണൻ അവിടെ വന്ന് അശരീരിയായിട്ട് നമ്മളുടെ ആചാര്യനോട് പറഞ്ഞു പോലും. എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നും ഭാഗവതത്തെ ഒരു കഥ പോലെ വായിക്കുകയാണ് ചെയ്തത്. പക്ഷേ കള്ളൻ അതല്ല ചെയ്തത്. നിങ്ങൾ അവിടുന്ന് പറഞ്ഞു, കണ്ണന്റെ രൂപം ഇന്ന വിധത്തിലാണ്, ഇന്ന സ്വർണ്ണാഭരണങ്ങൾ കണ്ണൻ ധരിക്കുന്നുണ്ട്, അതെല്ലാം ധരിച്ചുകൊണ്ടാണ് ദിവസവും യശോദമ്മ ഇദ്ദേഹത്തെ കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്, അല്ലെങ്കിൽ ഗോപാലനായിട്ടല്ലേ പോണ് പശുക്കളെ മേയ്ക്കാൻ, അങ്ങനെ പറഞ്ഞയക്കുന്നത് എന്നൊക്കെ നിങ്ങൾ പറയുന്നു ഇല്ലേ? ഓരോ ദിവസവും കയ്യില് ചോറുരുള, വെള്ളം, ഇങ്ങനെയുള്ളൊക്കെ കൊടുത്താണ് വൃന്ദാവനത്തിലേക്ക് പറഞ്ഞയക്കുന്നതെന്നാണ് നിങ്ങൾ ഭാഗവതത്തിൽ കൂടി എല്ലാവരും കേൾക്കാൻ കഥ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളത് കഥയായിട്ട് പറഞ്ഞു. പക്ഷെ ഈ മുകളിലിരുന്ന് കേട്ട കള്ളൻ എന്ത്? അത് സത്യമാണ്, അങ്ങനെ ഒരാളുണ്ട്, ആ ആളെ എനിക്ക് കാണണം എന്ന് മനസ്സിൻ്റെ ഉള്ളില് അദമ്യമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ മറന്ന് ആള് വരികയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാന് അങ്ങേർക്ക് ദർശനം കൊടുത്തത് എന്നുള്ള കാര്യം ഉണ്ണിക്കണ്ണൻ പറഞ്ഞു. അപ്പം ഭാഗവത ഈ കഥയെ കൂടി എന്താണ് ഉണ്ണിക്കണ്ണൻ നമ്മളോട് പറയണതെന്നറിയോ? നമ്മള് എല്ലാം കഥയായി കാണരുത്. അതിലെല്ലാം കഥാസാരമുണ്ട്. എല്ലാ കാര്യത്തിലും അതിൻ്റെതായിട്ടുള്ള ഭക്തിയോടുകൂടി, വെറും കഥയായിട്ട് അതൊരു പഴങ്കഥ എന്ന് പറയാതെ, അതും നമ്മൾ ആഗ്രഹത്തോടു കൂടി വേണമെന്നുദ്ദേശിച്ച് മനസാ വാച കർമ്മണ നമ്മള് കണ്ണനെ വിളിക്കുകയാണെങ്കിൽ കണ്ണൻ വരാതിരിക്കില്ല എൻ്റെ പൊന്നു കുട്ടികളെ എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമായിട്ടാണ് ഈ ഭാഗവതാചാര്യൻ ഈ കഥയെ കൂടി നമുക്ക് പറഞ്ഞു തന്നത്. കണ്ടില്ലേ? ആ ഒരു കള്ളന് പോലും ദർശനം കൊടുത്തിട്ടുള്ള ആ ഉണ്ണിക്കണ്ണനാണ് നമ്മളുടെ ഭൂലോക വൈകുണ്ഠമായിട്ടുള്ള ഗുരുവായൂരമ്പലത്തില് ഭക്തന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നതിൻ്റെ പൊന്നുമണികളെ, നിങ്ങളും ഉറക്ക നാമം ജപിച്ച് ഉണ്ണിക്കണ്ണനെ ജപിച്ചുകൊണ്ടിരുന്നോളൂ ട്ടോ.